ഹായ് ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും നമ്മുടെ ഇച്ചിരി നെയ്ച്ചോറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സാധാ ചോറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നെയ്ച്ചോറ്, അങ്ങനെയുള്ള ബിരിയാണി അരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആ അരിയാണ് ഇഷ്ടം അവർക്ക്. പച്ചരിയോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഒക്കെയാണ്. അപ്പോൾ ചിക്കൻ ഇച്ചിരി ഞാൻ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇനി അവനെ വിളിക്കാനും ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് പോവുകയും വേണം. അപ്പം എത്ര പെട്ടെന്ന് ചിക്കൻ കറി റെഡിയാക്കി വെക്കാം ആദ്യം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ റൈസ് ഞാൻ പിന്നെ വന്നിട്ട് ചെയ്യാം, അത് പിന്നെ എളുപ്പമാണ്, എളുപ്പം വെന്തോളുമല്ലോ. നമ്മുടെ ജീരകശാല അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പുരട്ടി ഞാൻ അന്നേരത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണേ. ഇനി അതിനാവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം. ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തക്ക രീതിയിൽ എടുക്കണം. നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം. ഞാൻ നമ്മുടെ മസാലയെല്ലാം വറുത്ത് പൊടിച്ച് അതിൻ്റെ പൊടിയായിട്ടല്ല ചേർത്തേക്കുന്നത്. പെരുംജീരകവും ഗ്രാമ്പൂ പട്ട ഏലക്കയൊക്കെ ഞാനത് അതുപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് ക്രഷ് നല്ലപോലെ അരച്ചെടുത്താണ് ഞാനതും ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറണം. വറുക്കാത്തതുകൊണ്ട് അതിൻ്റെ പച്ചമണം എണ്ണയിൽ കിടന്ന് നല്ലപോലെ മാറുന്ന വരെ നമ്മൾ ഇളക്കി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ പൊടികൾ ചേർക്കാൻ. ഇച്ചിരി മുളക് പൊടി എനിക്കിപ്പോൾ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാടങ്ങ് മുളക് പൊടി ചേർക്കത്തില്ല. ഇനിയിപ്പോൾ ചേട്ടൻ വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഇനിയും ഞാനിത് കുറച്ചുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. കുരുമുളകൊക്കെ കൂടുതലിട്ട് ചേട്ടന് ഇനി ഇത് ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള രീതിയിലാണ് ഞാനിതിപ്പോൾ വെച്ചേക്കുന്നത്. ആ പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കനോട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനോട് ചേർത്ത് നല്ലപോലെ ഇളക്കി നമ്മുടെ ആ മസാലയെല്ലാം നല്ലപോലെ ചിക്കനേലും കൂടെ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ തക്കാളി അതിന് ശേഷമായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം നമ്മൾ തക്കാളി ഞാൻ കഷ്ണത്തിൽ പുറത്തോട്ട് ഇട്ടുകൊണ്ട് ആ വേറെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. നമ്മൾ അല്ലാതെ നമ്മൾ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടെ ചേർക്കുവാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആവും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. നമ്മൾ പല ടൈപ്പിൽ വെച്ച് നോക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ രുചി ഏതൊക്കെ തരത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ തക്കാളി നല്ലപോലെ ഇളക്കി ചേർത്ത് പിടിച്ച് ഒരു കുറച്ച് കഴിയണം. അതും നല്ലപോലെ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം മാത്രമേ തക്കാളി അങ്ങ് ഡ്രൈ ആകണം. ഡ്രൈ ആയി കഴിയുമ്പം അതിനകത്തുള്ള നല്ലപോലെ ആ വെള്ളം, തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ വെള്ളം ചേർക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്.
തിളപ്പിച്ചാറിയ വെള്ളം എങ്ങനെ വെള്ളം ചേർക്കാം, പച്ചവെള്ളം ചേർത്താലും മതി. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തു. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് നല്ല പരുവത്തിനെടുക്കുക. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ലതായിട്ട് കൊതി വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വിളിക്കാൻ പോയായിരുന്നു. അപ്പോഴത്തേക്ക് നല്ലപോലെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നല്ല തണുത്ത് നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ നെയ്ച്ചോറും റെഡിയാക്കി. അപ്പം 2 ആൾക്കാരും എത്തിയിട്ടുണ്ട്, 2 മക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറിനെയും കൊടുക്കാൻ പോവാം. അപ്പോൾ 2 പേരും വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് 2 പേരോടും നല്ലതാണോ, നല്ല ഫുഡാണോ, ടേസ്റ്റി ആണോ എന്ന്. അപ്പം നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ വെച്ച് കൊടുക്കുന്ന ഫുഡ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ബൈ ബൈ, സീ യു, നാളെ കാണാം.